നമസ്കാരം. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത നിങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതെല്ലാം സ്വീകരിക്കാൻ സ്വയം തയ്യാറെടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഹിമാലയത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന യോഗികൾക്ക് ഈ രഹസ്യമറിയാം. പക്ഷേ അവർ ഭൗതികമായ ഈ ബന്ധനങ്ങളിൽ നിന്ന് സ്വയം മോചിതരായതുകൊണ്ട് ഈ മായാജാല ശക്തിയെ ഭൗതികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഈ ദിവ്യശക്തി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഊർജ്ജം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. പലർക്കും ഇതേക്കുറിച്ചറിയില്ല. ഈ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും. ആകർഷണ നിയമം എന്ന് ആളുകൾ മനസ്സിലാക്കുന്നതിനും വിശ്വസിക്കുന്നതിനും അപ്പുറമാണത്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ലോകത്ത് പല വഴികളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ശക്തി വളരെ നിഗൂഢവും മാന്ത്രികവുമാണെന്ന് തോന്നുമ്പോൾ ആളുകൾക്ക് അതിൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ആകർഷണ നിയമത്തിന്റെ രഹസ്യത്തിൽ മതം, ദൈവം എന്നിവയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് സംശയമുണ്ടാകും. എന്നാൽ ഈ രഹസ്യം വളരെ ശാസ്ത്രീയമായ രീതിയിൽ സ്വയം പ്രകടമാക്കുന്നു. ഇന്ന് നമ്മൾ ഈ രഹസ്യത്തിന്റെ ആ രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നു. ഹിമാലയത്തിൽ താമസിക്കുന്ന യോഗികൾ തങ്ങളുടെ ജീവിതത്തെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നത് നമ്മൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ആ ദിവ്യശക്തിയുമായി അവർ ബന്ധം സ്ഥാപിക്കുന്നു. എന്നാൽ ആ ശക്തിയുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ഹിമാലയത്തിന്റെ ഉയർന്ന മലനിരകളിൽ കഴിയേണ്ടതില്ല. ഈ രഹസ്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളിൽ പലരും അത്ഭുതപ്പെട്ടേക്കാം. ചിലർ ഇത് വിശ്വസിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം ആകർഷിച്ചെടുത്തേക്കാം. ഇതിനെക്കുറിച്ച് പലർക്കുമുള്ള ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് ആ ദിവ്യശക്തിയുമായി എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? പ്രപഞ്ചവുമായി എങ്ങനെ സംസാരിക്കാൻ കഴിയും? ദൈവത്തോട് എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കെങ്ങനെ നേടാൻ കഴിയും? എന്നാൽ നിങ്ങൾ ഇതിനിടയിൽ ഒരു ബന്ധം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ആ ശക്തിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ലോജിക്കൽ അല്ലെങ്കിൽ നോൺ ലോജിക്കൽ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാകട്ടെ, നിങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയോ ആകട്ടെ, ഒരു ശക്തിയാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചതെന്ന കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരുടെയും ഒരു സൃഷ്ടാവുണ്ട്. ഈ ശക്തിയാണ് എല്ലാം സൃഷ്ടിച്ചത്, നിങ്ങളെ, നമ്മളെ, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും. ആ ശക്തിയുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പരമപിതാവായ ഈശ്വരനെന്നോ ദൈവമെന്നോ അമ്മയെന്നോ എന്തുതന്നെ വിളിച്ചാലും ഈ ശക്തി വളരെ ശക്തമാണ്. അതെപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. അത് നമ്മുടെ ഓരോ ചുവടും ഓരോ ചലനവും നിരീക്ഷിക്കുന്നു. അത് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങളുടെ ഉദ്ദേശം ഉറപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് ആകർഷണ നിയമം ഉപയോഗിച്ച് പണം, സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവുമാകട്ടെ, നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു. ഈ മുഴുവൻ സംവിധാനവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നത്? വളരെ കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ആളുകൾ ഈ ശക്തിയെ മനസ്സിലാക്കി അവർ ആഗ്രഹിച്ച ജീവിതം ജീവിച്ചു. അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടി, സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു, ലക്ഷ്യങ്ങൾ നേടി, ബിസിനസ്സിനെ ഉയരങ്ങളിലെത്തിച്ചു, ആത്മീയതയിലൂടെ അത്ഭുതങ്ങൾ കണ്ടു. അവർ വ്യത്യസ്തമായ കാര്യങ്ങൾ നേടുന്നതിൽ വിജയിച്ചു. പക്ഷേ ഇത് അവരെക്കുറിച്ച് മാത്രമുള്ള കാര്യമല്ല. കാരണം ഏതൊരാൾക്കും വ്യക്തിപരമായി ഈ ശക്തി ഉപയോഗിക്കാം. എന്നാൽ ഈ വ്യക്തിഗത ശക്തി ഒരു കൂട്ടായ പരിശ്രമമായി മാറുമ്പോൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച ഈ ശക്തി ഒരു വേദിയിൽ വ്യത്യസ്ത ആളുകളുടെ ശ്രമങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, ഈ ശക്തി എങ്ങനെയാണ് ആ പരമപിതാവായ ദൈവത്തിന്റെ ശക്തിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നിന്നാണ് നമ്മുടെ ആശയം ആരംഭിക്കുന്നത്. ഒരു ഉദാഹരണമില്ലാതെ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു ഉദാഹരണത്തിലൂടെ ഈ മുഴുവൻ ആശയവും മനസ്സിലാക്കാം. ഒരു ഗായകനാകാൻ സ്വപ്നം കാണുന്ന ഓരോ ഗായകനും പാടാൻ പോകുന്നു. പക്ഷെ നിങ്ങൾക്ക് നന്നായി അറിയാം, അവരിൽ ഒരാൾ മാത്രമേ വിജയിയാകുകയുള്ളൂ. അപ്പോൾ വിജയിയായ ഒരാളുടെ ശബ്ദം മാത്രമാണോ ഏറ്റവും നല്ലത്? അയാളുടെ പരിശ്രമം മാത്രമാണോ ഏറ്റവും മികച്ചത്? യൂട്യൂബിൽ കാണിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന പ്രശസ്തരായ ആളുകൾ മാത്രമാണോ ഏറ്റവും മികച്ചവർ? അവരാണോ ലോകത്തിലെ ഏറ്റവും മികച്ച നർത്തകരോ ഗായകരോ? അവിടെ കാണിക്കുന്ന യോഗ പരിശീലകനാണോ യോഗാസനങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നയാൾ? യോഗയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാൾ അയാളാണോ? പലപ്പോഴും ഈ ചോദ്യങ്ങൾക്കുത്തരം അല്ല എന്നായിരിക്കും. അവരെക്കാൾ കൂടുതൽ അറിവും ശക്തിയും കഴിവുകളുമുള്ള ആളുകൾ എണ്ണമറ്റവരുണ്ട്. പക്ഷേ അവർ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവരെക്കാൾ വിജയമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് പിന്നിലായിരിക്കുന്നത്? കോടിക്കണക്കിന് ആളുകളുടെ സ്നേഹം നേടാനും പ്രശസ്തരാകാനും വേണ്ടി എന്തുകൊണ്ടാണ് ദൈവം അവരെ തെരഞ്ഞെടുക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലാത്തത്? ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. നമ്മളെല്ലാവരും നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം
പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ, അതോ നമ്മുടെ പ്രാർത്ഥനകളിലെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതെ, നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മളൊരു ശക്തിയോടാണ് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ശക്തി നമ്മുടെ ആഗ്രഹങ്ങളെ സ്വീകരിക്കുകയും യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? പലപ്പോഴും നിങ്ങൾ വ്യത്യസ്ത കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും അത് യാഥാർത്ഥ്യമാകുന്നു, ചിലപ്പോൾ ആകില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണിങ്ങനെ? എന്തുകൊണ്ടാണ് ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നത്? എന്നാൽ ഇത് സാധാരണമാണ്. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല സംഭവിക്കുന്നത്. ഇവിടെ വേറെ ചില കാര്യങ്ങളുമുണ്ട്. അത് ഈ എല്ലാ കാര്യങ്ങളെയും ഭരിക്കുന്നു. സാക്ഷാത്കാരത്തിന്റെ മുഴുവൻ പ്രക്രിയയെയും നിയന്ത്രിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മാത്രമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മളെല്ലാം ഒന്നാണ്, ഇത് സ്വാഭാവികമാണ്. നമ്മളിത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ചം നമ്മളെ സ്വയം തിരഞ്ഞെടുക്കുന്ന ആളുകളായി എങ്ങനെ മാറാം എന്നതിലേക്ക് നമ്മൾ മുന്നോട്ടു പോകുന്നു. അതായത്, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദ ചോസൺ വൺസ് എങ്ങനെയാകാം? നമ്മളെ എങ്ങനെയാണ് പ്രപഞ്ചം തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കുന്നത്, അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്. തീർച്ചയായും നമ്മളെല്ലാവരും ഇത് ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി സാക്ഷാത്കാരത്തിന്റെ പല ടെക്നിക്കുകളും നമ്മൾ പിന്തുടരുന്നു. എന്നാൽ നിങ്ങളുടെ സാക്ഷാത്കാരം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ആഗ്രഹത്തെ കൈകാര്യം ചെയ്യാൻ തയ്യാറല്ലാത്തതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ യോഗ്യത തയ്യാറല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്കെങ്ങനെ ലഭിക്കും? എന്റെ മുൻ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പ്രപഞ്ചം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് അത് നമ്മളെ ഒരു പരീക്ഷണം നടത്തുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ കാര്യം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? അതായത്, നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചാൽ, നിങ്ങൾ അതിന് കഴിവുള്ളവനാണെന്ന് പ്രപഞ്ചം കാണുമ്പോൾ, ഓ, എന്റെ കുട്ടി ഇത് ആഗ്രഹിക്കുന്നു, ഇതാ, അവൻ ഇതിന് പൂർണ്ണമായും കഴിവുള്ളവനാണ്, യോഗ്യനാണ് എന്നത് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ അതിന്റെ റഡാറിലാണ്. അത് ആ കാര്യം ഏതുവിധേനയും നിങ്ങളിലേക്കെത്തിക്കും. തീർച്ചയായും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കും. എന്നാൽ ആ പരീക്ഷണം നേരിടാൻ നമ്മൾ എങ്ങനെ സ്വയം തയ്യാറെടുക്കും? ഇല്ല, ഈ പരീക്ഷയുടെ തയ്യാറെടുപ്പ് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന പരീക്ഷകളുടെ തയ്യാറെടുപ്പിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടതില്ല, പക്ഷേ സ്വയം തയ്യാറാകണം. ഈ പരീക്ഷയിൽ വിജയിക്കാൻ നിങ്ങൾ ശരീരം, മനസ്സ്, ആത്മാവ് ഈ മൂന്നിനെയും സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരണം. നമ്മുടെ ചിന്തകൾ, മനസ്സ്, വൈബ്രേഷൻസ്, ഊർജം എന്നിവയെ ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇവയെല്ലാം എങ്ങനെയാണ് നമ്മൾ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരുന്നത്? നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്നു, നന്ദി പറയുന്നു, അത് അനുഭവിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നിങ്ങളുടെ ചിന്തകളുമായി സമന്വയിപ്പിക്കുന്നു. നിങ്ങൾക്കറിയില്ല, ഈ പരിശീലനങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ പരീക്ഷയിലും പങ്കെടുക്കുകയാണ്. ഇതാണ് പ്രപഞ്ചത്തിന്റെ പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ്. നമ്മൾ ആളുകളെ വ്യത്യസ്ത മാനദണ്ഡങ്ങളിൽ നിരീക്ഷിക്കുന്നതുപോലെ പ്രപഞ്ചവും നമ്മളെ നിരീക്ഷിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ അല്ലയോ എന്നത് നോക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു കമ്പനിയുണ്ട്. ആളുകൾ അഭിമുഖത്തിനായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നൂറുകണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കും? ഒന്നുകിൽ നിങ്ങൾ ഏറ്റവും മികച്ച യോഗ്യതയുള്ള ഒരാളെ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ എല്ലാവരേക്കാളും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കും. എന്നാൽ അതിനു പുറമെ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുതരം വൈബ്രേഷണൽ ഫീലിംഗ് വരും. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് തികഞ്ഞവനായി തോന്നും. പിന്നീട് അയാളുടെ യോഗ്യത മറ്റുള്ളവരേക്കാൾ കുറവാണെങ്കിലും എന്തുകൊണ്ടോ എനിക്ക് ആ വ്യക്തി ഈ സ്ഥാനത്തിന് ഏറ്റവും മികച്ചതായി തോന്നി എന്ന് നിങ്ങൾ പറയും. കാരണം ഇതാണ് ആ ഫീലിംഗ്. ഈ രീതിയിലാണ് നിങ്ങൾ സ്വയം ആ ദിവ്യപരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ആരുമില്ലാത്തപ്പോൾ നിങ്ങൾ ഈ ലോകത്തിനു മുന്നിലല്ല, ആ ദിവ്യശക്തിയുടെ മുന്നിൽ എങ്ങനെയാണ് സ്വയം അവതരിപ്പിക്കുന്നത്? ഒരു അഭിമുഖത്തിൽ ആ വ്യക്തി സ്വയം ഏറ്റവും മികച്ചതായി കാണിച്ചതുപോലെ നമ്മൾ സ്വയം പ്രപഞ്ചത്തിന്റെ മുന്നിൽ ഏറ്റവും മികച്ചവരായി കാണിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് സ്വയം ഏറ്റവും മികച്ചവനായി കാണിക്കുക? പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എപ്പോഴും യഥാർത്ഥമായിരിക്കണമെന്നാണ്. നിങ്ങൾക്ക് ഒരു നല്ല മനുഷ്യനായി തോന്നുന്ന ഗുണങ്ങളുണ്ടായിരിക്കണം. ഇതുകൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളെ യോഗ്യനാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവയിൽ ഒന്നാമത്തേത് നിങ്ങളുടെ സ്ഥിരതയാണ്. അതായത്, നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങൾ എത്രമാത്രം വാശിയിലാണ്? നിങ്ങൾ പൂർണ്ണമായും സമർപ്പിതനാണോ? നിങ്ങൾക്ക് അത് നേടാനുള്ള ആഗ്രഹം എത്രത്തോളമുണ്ട്? രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സമീപനത്തിൽ എത്രമാത്രം സ്ഥിരതയുണ്ട് എന്നതാണ്. അതായത്, നിങ്ങളുടെ ആഗ്രഹം നേടാൻ നിങ്ങൾ എത്രത്തോളം തീവ്രമായി പരിശ്രമിക്കുന്നു. മൂന്നാമത്തെ കാര്യം ബഹുമാനം, റെസ്പെക്റ്റാണ്. നിങ്ങൾ സ്വയം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, നിങ്ങളുടെ കൂടെ ജീവിതം നയിക്കുന്നവരെ, വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നവരെ, ഇവരെല്ലാവരെയും നിങ്ങൾ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ എല്ലാവരോടും വിനയമുള്ളവനാണോ? കാരണം പ്രപഞ്ചശക്തികൾ എപ്പോഴും നിങ്ങളുടെ ദയയെയും നന്മയെയും പ്രീതിപ്പെടുത്തുന്നു. ദേഷ്യത്തിൽ അലറുക,
ആളുകളോട് മോശമായി സംസാരിക്കുക, അസഭ്യവാക്കുകൾ ഉപയോഗിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ ആഗ്രഹം തരാത്തത് എന്ന് ദേഷ്യത്തിൽ പ്രപഞ്ചത്തോട് പ്രതികരിക്കുക, ഇതെല്ലാം തെറ്റാണ്. കാരണം പ്രകൃതിയും നമ്മളെ ഇതാണ് പഠിപ്പിക്കുന്നത്. പഴങ്ങൾ നിറഞ്ഞ മരങ്ങൾ നിവർന്നു നിൽക്കുന്നതിനു പകരം കുനിഞ്ഞ് എല്ലാവർക്കും മധുരമുള്ള പഴങ്ങൾ ആസ്വദിക്കാൻ പ്രചോദിപ്പിക്കുന്നു. അവ നമ്മളെ കുനിയാൻ പഠിപ്പിക്കുന്നു. കാരണം നമ്മുടെ കടുപ്പവും പരുഷവുമായ സ്വഭാവം നമ്മളെ മഹത്വമുള്ളവരല്ല, ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സേവനം ഈ ലോകത്തിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ നന്മ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരികെ വരും. അത് ഞാൻ വാക്ക് തരുന്നു. ചാനലിൽ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങളെയും അറിയിക്കുക. നമസ്കാരം, നന്ദി.